ഹൗസിൽ ഇപ്പോൾ വലിയ വമ്പൻ കണ്ടന്റുകളൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും പിണക്കങ്ങളും ഇണക്കങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ കുറേ ആളുകളുടെ ദ റിയൽ ഗെയിം എന്താണെന്ന് കുറേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേ പേര് ഇത് വലിച്ചു കീറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മുഖം മൂടി അണിഞ്ഞ് ആ വീട്ടിൽ നിൽക്കുന്നവരുടെയൊക്കെ ആ ഒരു മുഖം മൂടി മാറ്റി ഇതാണ് റിയൽ ക്യാരക്ടർ എന്നുള്ളത് പുറത്ത് കാണിക്കാനായിട്ട് കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ ഈ വീക്കിൽ വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും വന്നിട്ടില്ല. പിന്നെയുള്ളത് ജിൻഡോയാണ്. ജിൻഡോയുടെ ഫേക്ക് ആയിട്ടുള്ള ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഗെയിം സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീക്ക് ഫുള്ളായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജാൻമണിയുടെ ഗെയിം എന്താണെന്നും കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഗെയിം ആണോ സ്ട്രാറ്റജി ആണോ, ദ റിയൽ ക്യാരക്ടർ ജാൻമണിയുടെ റിയൽ ക്യാരക്ടർ ഇതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും വേറൊരു ജാൻമണിയുടെ സൈഡ് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 20 19ാമത്തെ ദിവസമാണ്. 15 കണ്ടസ്റ്റന്റുകളാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. സിജോ ഇതുവരെ ആ വീട്ടിലെത്തിയിട്ടില്ല. സിജോയുടെ പുതുതായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും ബിഗ് ബോസ് തന്നിട്ടുമില്ല. എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും വലുതായിട്ട് ഒരു ജാൻമണിയുടെ ഏറ്റവും ഒരു മോശം ബിഹേവിയർ ആയിട്ട് ഫീൽ ചെയ്തത് സ്വന്തം ജെൻഡറിനെ ഒരു വേറൊരു ലെവലിലേക്ക് അവൻ ഗബ്രീനെ പറ്റിയിട്ടുള്ള ഒരു അലിഗേഷനുമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ്. ആ ഒരു സമയത്ത് ജെൻഡർ കാർഡ് പുറത്തിറക്കിയാണ് ജാൻമണി കളിച്ചിരിക്കുന്നത്, ഗബ്രിക്കെതിരെ കളിക്കുന്നത്. ജാൻമണി അതിൽ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് അവൻ കളിക്കുന്നത് ഒരു പെണ്ണിന്റെ നേരെയോ ഒരു ആണിന്റെ നേരെയോ കളിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ്. അത് ഓഫ് കോഴ്സ് അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം അവരുടെ തന്നെ ഒരു ജെൻഡറിനെ എപ്പോഴും പൊക്കി പറയുകയും അല്ലെങ്കിൽ ആ ഒരു ലേഡീസിനും ജെൻസിനും കിട്ടുന്ന അതേ അവകാശങ്ങളും തുല്യതയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണം, ഒരു തിരിവ് കാണിക്കാൻ പാടില്ല എന്ന് ബാക്കിയുള്ളവരോട് മൊത്തം കമ്മ്യൂണിറ്റി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ജാൻമണി ആ വീടിൻ്റെ ഉള്ളിൽ ഇത്രയും ആളുകൾ കാണുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് എടുത്തു കാണിക്കാൻ, ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെ തോന്നി. ഒരു സിമ്പതി ട്രാക്ക് പിടിക്കാനായിരിക്കാം എന്താണോ ആ ഒരു ജെൻഡർ കാർഡ് പുറത്തിറക്കിയിട്ടാണ് ജാനു കളിച്ചിട്ടുള്ളത്. പിന്നെ ഭയങ്കരമായിട്ട് അലറിക്കരഞ്ഞിട്ടുള്ള കുറേ ഭീഷണികളൊക്കെ ഗബ്രിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഗബ്രിയും ജാൻമണിയും തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ജാൻമണി ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻസിയുടെ ആ ഒരു പവർ ഒരിക്കലും ജാൻമണിയുടെ ക്യാരക്ടർ ആദ്യം മുതലേ അത് എവിഡന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പവർ ഇല്ലാതെ ജാൻമണിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പവറിനോട് വല്ലാത്തൊരു തരം ഭ്രമമാണ് ജാൻമണിക്ക്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള പവർ എപ്പോഴും എല്ലാവരെയും അടക്കി ഭരിക്കണം. പക്ഷെ അവർ ആരെന്ത് പറഞ്ഞാലും അത് ഞാൻ കേൾക്കില്ല, ബട്ട് ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ജാൻമണി കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ജാൻമണിയുടെ മറ്റൊരു മുഖം കാണിക്കാനായിട്ട് ഗബ്രിക്ക് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേര് ഓഫ് കോഴ്സ് ആ എപ്പിസോഡ് കാണുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ ലൈവ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രീ പ്ലാൻഡ് ക്യാപ്റ്റൻസി ആണ്. ജാൻമണി എല്ലാവരുടെയും പുറകെ നടന്ന് എന്നെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തും എന്തുകൊണ്ടോ എല്ലാവരും അത് സമ്മതിക്കുകയാണ്. ആക്ച്വലി ജാൻമണിയോട് എല്ലാവർക്കും അത്ര ഒരു സ്നേഹമൊന്നും ആ ഒരു അവരുടെ ബിഹേവിയർ വെച്ചിട്ട് തോന്നുന്നില്ല. പക്ഷെ ജാൻമണി എല്ലാവരും ഭയന്നിട്ടാണോ എന്നറിയില്ല. കാരണം ജാൻമണിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ജാൻമണി ഓവറായിട്ട് അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് നേരെയുള്ള അലിഗേഷൻസ് ഒക്കെ ജാൻമണി വിടും. ജാൻമണിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളൊരിതാണ്. എല്ലാവരും ആ ഒരു ഇതിനെ ഭയന്ന് നിൽക്കുകയാണ്. കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ഒരാളാണ് ജാൻമണി എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ അവർക്കൊരിക്കലും പുറമേ ഒരു നെഗറ്റീവ് ഇവർക്കെതിരെ പറയാൻ പാടില്ല എന്നുള്ള ഒരു സേഫ് ഗെയിമാണ് അവർ എല്ലാവരും കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. വളരെ കുറച്ച് പേര് ജാനുവിനെതിരെ നിന്നിട്ട് അവിടെ കളിക്കുന്നുള്ളൂ. പിന്നെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മത്സര വീര്യത്തോടെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ശ്രീതു, നൂറ, ജാനു ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നത്. ആദ്യമേ തന്നെ ശ്രീതു ഔട്ടായി. അതിനുശേഷം നൂറയും ജാൻമണിയും നല്ല രീതിയിൽ ഒരുപാട് നേരം കളിച്ചു. നൂറ അടിപൊളിയായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നൂറ. പക്ഷെ ജാൻമണി അധികം ഒരു എഫേർട്ട് ഇട്ട പോലെ ഫീൽ ചെയ്തില്ല. കുറച്ച് സേഫ് ആയിട്ട് നിന്നിട്ട് ജാൻമണി കളിക്കുകയായിരുന്നു. പക്ഷെ നോറയ്ക്ക് ലക്ക് കിട്ടിയില്ല. ലക്ക് കിട്ടിയത് ജാൻമണിക്കാണ്. ജാൻമണി ക്യാപ്റ്റൻ ആവുകയാണ് ഉണ്ടായത്. ഒരു പവർ വീണ്ടും തിരിച്ച് കിട്ടിയതിലുള്ള ഭയങ്കരമായുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആ ഒരു ടൈമിൽ കാണാൻ പറ്റുണ്ടായി. ജാൻമണിക്കെതിരെ ആരും നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ജാനോടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ ഇപ്പൊ പവർ റൂമിന്റെ ഒരു പവർ വല്ലാണ്ട് മിസ്യൂസ് ചെയ്യുന്ന ജിൻഡോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജിൻഡോക്കെതിരെ വന്ന കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് റൂൾ ബുക്കൊക്കെ, അതായത് ആ വീട്ടിൽ മലയാളം അറിയാത്തവരെ എല്ലാം കൊണ്ടുപോയി ഈ ഒരു റൂൾ ബുക്ക് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അർജുനെ കൊണ്ട് അവിടെ വന്ന് ഇരുത്തിച്ചിട്ട് ജാൻമണി, അതുപോലെ ശ്രീതു, ശരണ്യ, ഇവർക്ക് 3 പേർക്കാണ് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ലാത്തവർ. ഇവരെ 3 പേരെയും രാവിലെ തന്നെ അർജുന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് റൂൾ ബുക്ക് എന്താണെന്നുള്ളത് അർജുനെ അങ്ങോട്ട് വായിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുകയാണ്. അതിന്റെ പിന്നിൽ ജിൻഡോയുടെ ഗെയിം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിൻഡോയ്ക്കെതിരെ വന്ന 3 അലിഗേഷൻസും റൂൾ ബുക്ക് പ്രകാരം അവിടെ ഒരു നിയമമായിട്ടില്ല. അത് അല്ലാതെ തന്നെ അവിടെയുള്ള ആ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് പാലിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജിൻഡോയ്ക്കെതിരെ വന്ന 3 അലിഗേഷൻസിനെ പറ്റിയും ബുക്ക് അരിച്ച് പറക്കി അതിലില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ജിൻഡോ പക്കയായിട്ട് വന്നൊരു ഗെയിം അവിടെ കളിച്ചു. അങ്ങനെ കാര്യങ്ങളില്ല, ഇനി മുതൽ ഇങ്ങനെ ഒരു തീരുമാനമില്ല എന്നുള്ള രീതിയിൽ, അതായത് തനിക്കെതിരെ വന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തനിക്ക് ഒരു ശിക്ഷ ലഭിക്കേണ്ട കാര്യമില്ല, ശിക്ഷയ്ക്ക് അർഹനല്ല താൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ അത് ആ വീട്ടിലെ ബാക്കി വരുന്ന 15 പേർക്കും അത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും അത് അവിടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. ജിൻഡോ ചേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇത് മാറ്റിയത് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. ഇനിയാണെങ്കിലും അടുത്ത ആഴ്ചത്തേക്കാണെങ്കിലും ജിൻഡോ തന്നെയാണ് പവർ റൂമിന്റെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഭേദഗതികൾ വരുത്തുമോ എന്നറിയില്ല. സ്വയം നിലനിൽപ്പിന് വേണ്ടി മാത്രം റൂളുകൾ ബ്രേക്ക് ചെയ്യുകയും റൂളുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ജിൻഡോ അവിടെ ചെയ്യുന്നത്. പിന്നീട് ഉണ്ടായത് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ജയിൽ നോമിനേഷനിൽ ഗബ്രിയെ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരാൾ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് വന്നപ്പോൾ അപ്സരയും ജാസ്മിനും ടൈ ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഗബ്രി വേറൊരു ഗെയിം കളിച്ചു. കാരണം ഗബ്രിക്ക് ജാസ്മിൻ ജയിലിൽ വരണമെന്ന്, കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതുകൊണ്ടിട്ട് ഗബ്രി പോയി ജാസ്മിനെ, ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗബ്രി ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന്. പക്ഷെ സിറ്റുവേഷൻ ഇതായിരുന്നു കൊണ്ട് മാത്രമാണ് ഗബ്രി അത് ചെയ്തത്. ഇൻ കേസ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അതായത് ജാസ്മിൻ ടൈ ഒന്നും ആയിരുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗബ്രി ജാസ്മിനെ നോമിനേറ്റ് ചെയ്യില്ലായിരുന്നു. ആ ഒരു സമയത്ത് ടൈ ബ്രേക്ക് ചെയ്ത് ജാസ്മിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഗബ്രി അത് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവർ ആ ജയിലിൽ പോകുന്ന ഒരു സമയത്ത് മുടിയൻ വന്നിട്ട് ഇത് ജയിലാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. പിന്നീട് അതിനുശേഷം അർജുനും മുടിയനും ജിൻഡോയൊക്കെ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് അർജുൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നല്ല ആരോഗ്യവും ബുദ്ധിയില്ലായ്മയും ഉള്ള ഒരാളാണ് ജിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അങ്ങനത്തെ ആ ഒരു കുറച്ച് നല്ല വൈബുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഓണവില്ല് സമ്മാനിച്ച് ഇന്നലത്തെ എപ്പിസോഡ് തീരുകയായിരുന്നു ഉണ്ടായിരുന്നത്.